പ്രിയപ്പെട്ടവരെ, എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നത് ചരിത്രപ്രസിദ്ധമായ ഡോം ഓഫ് ദ റോക്ക്. ഇസ്രായേലിൽ ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് ഇപ്പോൾ യഹൂദരുടെ കൈവശമുള്ള ഡോം ഓഫ് ദ റോക്ക് എന്നറിയപ്പെടുന്ന സ്ഥാപനമാണ് ഇത്. ഇത് യഹൂദരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ദേവാലയമാണ് ജെറുസലേം ദേവാലയം. മുഹമ്മദീയരും ഇതിൻ്റെ ക്ലെയിം ആവശ്യപ്പെടുന്നു എന്നതിനാൽ കുറേയേറെ ഭാഗങ്ങൾ മുഹമ്മദീയരുടെ കൈകളിലാണ് എന്നതും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഡോം ഓഫ് ദ റോക്കിന് മുകളിൽ നിന്നാണ് സ്വപ്നത്തിൽ പ്രോഫറ്റ് മുഹമ്മദ് സ്വർഗാരോഹണം ചെയ്തത് എന്ന് അവർ വിശ്വസിക്കുന്നു. നമ്മെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം, യഹൂദന്മാർ ഇതാണ് മോറിയ മല എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലമെന്ന് അവകാശപ്പെടുന്നുണ്ട്. എങ്കിലും ജെറുസലേം ദേവാലയം പണികഴിപ്പിച്ചതും ആരാധനയ്ക്ക് വേണ്ടി തുറന്നുകൊടുത്തതും വിശുദ്ധ ബൈബിളിന്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇസ്രായേൽക്കാരുടെ പ്രാർത്ഥനാലയം എന്നറിയപ്പെടുന്ന ജെറുസലേം ദേവാലയത്തിൽ ഇപ്പോൾ നിലവിൽ യഹൂദന്മാരുടെ കൈവശമുള്ളത് ഈ ഡോം ഓഫ് ദ റോക്ക് എന്നറിയപ്പെടുന്ന ഈ ഭാഗം മാത്രമാണെന്നും ഇവിടുന്ന് ഒരു വെളിപ്പാടകല മാത്രമാണ് പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ ജന്മഗൃഹം എന്നുള്ളതും മാതാവിൻ്റെ പിതാവ് യോവാക്കീം ഈ ദേവാലയത്തിലെ ഒരു റബ്ബി ആയിരുന്നു എന്നുള്ളതും ഇവിടെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ കന്യകാ മാതാവ് ഈ സിനഗോഗിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഹീബ്രു ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തുവെന്നും ദേവാലയ ശുശ്രൂഷകളിലായിരുന്നു എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ട് ചരിത്രപരമായും ബിബ്ലിക്കലായും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയും ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്.